ചായക്കട ആണെങ്കിലും എന്തെങ്കിലും വാങ്ങി തരുമോ? അതിന് അധികം റോഡ് ക്രോസ് ചെയ്ത പോലീസ് ഫൈൻ അടിക്കും. ഇതേ പോണം, അങ്ങോട്ട് പോയോ? യൂട്ടടിച്ച് അവിടെ ചെന്ന പാടത്ത് വല്ലാത്തൊരു ചായക്കട തന്നെ കേട്ടോ. ഞാൻ അവിടെ എത്തിയോടെ 3 മണിയായിരുന്നു. പണ്ടാരി പണി തുടങ്ങിക്കൊണ്ടേയിരിക്കും. ലോക്യം പറയാൻ നിന്നപാട് എന്നോട് പറഞ്ഞു, ലോക്യത്തിനൊന്നുമില്ല അന്തർക്കാക്ക, വൈകുന്നേരം ആകുമ്പോഴത്തേന് കടികളുടെ കബോർഡ് നിറക്കണം എന്നുള്ളതാണ്. കാരണം എണ്ണിയാ തീരാത്ത കടികളാണ്. ഒന്ന് തിന്നാൻ പോയി കഴിഞ്ഞാൽ ഒരു കാര്യം പറഞ്ഞോളി, ചെല്ലുമ്പോ ഒരു ചായ ഒരു കടിയും കുടിച്ചാൽ മതി എന്നൊക്കെ തോന്നും. പക്ഷെ ചെന്ന എല്ലാം അങ്ങോട്ട് ട്രൈ ചെയ്യും കേട്ടോ. എന്നാ വെറും കടികളൊന്നല്ല കേട്ടോ. ഞാൻ ചെന്നപ്പോൾ ചൂടോർക്കാൻ അങ്ങനെ നെയ്പ്പത്തിലും അതുപോലെ തന്നെ ചിക്കൻ പെരിവരിയും അത് ഉണ്ടാക്കിയിട്ട് വെക്കുന്ന സമയത്ത് ഞാനൊരു പ്ലേറ്റ് എടുത്തിട്ട്, അപ്പൊ ഞാൻ ചോദിച്ചു, കഫ്തീരിയയിൽ ഇത് മാത്രമല്ല റഹ്മാൻക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാകാറുണ്ട് എന്ന് പറഞ്ഞു. നല്ല സാധനങ്ങൾ കാണുമ്പോൾ നമ്മളെ പ്രിയപ്പെട്ടവര്, നിങ്ങളെ സഹായിക്കുന്ന മാണിക്കക്കല്ലുകളുടെ സ്ഥാപനം നമുക്ക് സപ്പോർട്ട് ചെയ്യണ്ടേ? സപ്പോർട്ട് ചെയ്യണം. അതുകൊണ്ട് എന്റെ കൽബുകൾ മാക്സിമം ഇത് ഷെയർ ചെയ്യും. ഏതാ മോനെ ചായ വേറെ ലെവല്. ചായപ്രേമികള് എന്തായാലും അവിടെ പോകാതിരിക്കൂല. ഇൻഷാ അല്ലാഹ് എല്ലാ ബർക്കത്തും അല്ലല്ല കേട്ടോ ചങ്കള, ഇത് നിങ്ങൾ തട്ടി മാറ്റി പോകരുത് കേട്ടോ. കഫ്തേരിയ 133 ഇങ്ങനെ ഒരു പേരിൽ നിങ്ങളൊരു കഫ്തേരിയ എവിടെ കണ്ടുവച്ചാലും അവിടെ കയറി ചായ കുടിക്കണം എന്ന് ഞാൻ പറയട്ടോ. കാരണം പ്രയാസപ്പെടുന്ന ആൾക്കാരെ സഹായിക്കാൻ നമ്മളെ കൂടെ നിൽക്കുന്ന എൻ്റെ സ്നേഹിതനായിരിക്കുന്ന ആജ്ഖാൻ്റെ ഒരു സ്ഥാപനമാണ്. അതുകൊണ്ട് പറയല്ല കേട്ടോ, കഴിച്ചു നോക്കിക്കൊണ്ട് ഇവിടുത്തെ സാധനങ്ങൾ 100% പെർഫെക്റ്റ് എന്ന് തന്നെ പറയാം. ഓരോ ഐറ്റംസിലും അതിനായ ക്വാളിറ്റികൾ. ലൊക്കേഷൻ പറഞ്ഞു കൊടുത്താൽ സത്വയിലുള്ള എമിറേറ്റ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഓപ്പോസിറ്റ് ബക്കർ ബൊഹൈബി, അതിൻ്റെ ഓപ്പോസിറ്റാണ് ഈ സ്ഥാപനം. സർവീസ് റോഡൊക്കെ ഉണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു പാർസൽ മേടിച്ചുകൊണ്ട് ഒരു ടേസ്റ്റ് ഒന്ന് കഴിച്ചിട്ട് നിങ്ങൾ ടേസ്റ്റ് നോക്കണം കേട്ടോ.